റഷ്യയിൽ TRC കാർഡ്, ടെമ്പററി റെസിഡൻസ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ റഷ്യയിൽ സെറ്റിൽ ആകാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റഷ്യയിൽ TRC കിട്ടുന്നതുകൊണ്ട് ഒരിക്കലും റഷ്യയിൽ സെറ്റിൽ ആകാൻ പറ്റില്ല. അതിനുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ TRC കൊണ്ട് മാത്രം നിങ്ങൾക്ക് റഷ്യയിൽ ഒരിക്കലും സെറ്റിൽ ആകാൻ പറ്റില്ല. പിന്നെ പലരോടും പറയുന്നുണ്ട് റഷ്യയിൽ നമ്മൾ നോർമൽ വിസക്ക് പോയിട്ട് TRC കാർഡ് എടുക്കാൻ പറ്റുമെന്നുള്ളത്, അതായത് ടെമ്പററി റെസിഡൻസി എടുക്കാൻ പറ്റുമെന്നുള്ളത്. ഒരുപാട് ആളുകളെടുത്ത് നിങ്ങൾ ഏജൻസികളായാലും പല ആളുകളുടെ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് വൺ, എൻ്റെ പേര് ജാസ്. ആക്ച്വലി റഷ്യയിലെ TRC കാർഡ്, ടെമ്പററി റെസിഡൻസി, അത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ എന്താണ് PR, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. റഷ്യയിൽ എങ്ങനെ നിങ്ങൾക്ക് സെറ്റിൽ ആകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവും. TRC കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റഷ്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റഷ്യയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ സെറ്റിൽമെൻറ്റ് ചെയ്യാം, നാളെ ഇവിടെ തന്നെ സെറ്റിലായിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളിലാണ്, ഒരുപാട് കൺസെപ്റ്റ് അവരെ മനസ്സിലുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇത് ചില ഏജൻസികൾ ഇത് മുതലെടുക്കാറുണ്ട്. അതായത് ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് റഷ്യയിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് TRC എടുത്ത് ഇവിടെ സെറ്റിലാകാൻ പറ്റുമെന്നുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്കുണ്ട്. പക്ഷെ അത് തീർത്തും ഒരിക്കലും നമുക്ക് നടക്കാത്ത ഒരു കാര്യമാണ്. ഒരിക്കലും അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം എടുക്കാൻ പറ്റില്ല. റഷ്യയിൽ TRC എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റഷ്യയിൽ ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ റഷ്യയിൽ നിങ്ങൾ പഠിക്കണം, MBBS കോഴ്സോ അങ്ങനെ എന്തെങ്കിലും പഠിച്ച് എക്സലൻറ്റ് മാർക്കോട് കൂടി പാസ്സായാലൊക്കെയാണ് TRC കാർഡ് നമുക്ക് റഷ്യയിൽ നമുക്ക് ലഭിക്കത്തുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരുപാട് ക്രൈറ്റീരിയൽസ് ഉണ്ട് നമുക്ക് ഇത് കിട്ടാനായിട്ട്. നമുക്ക് വെറുതെ ഒന്നും ഒരു TRC കാർഡ് റഷ്യയിൽ നിന്ന് ഒരിക്കലും കിട്ടില്ല. എസ്പെഷ്യലി റഷ്യ എന്ന രാജ്യത്ത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ TRC കാർഡോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ PR, പെർമനന്റ് റെസിഡൻസിയെ കുറിച്ചുള്ള ഒരു വീഡിയോസ് ഞാൻ നേരത്തെ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കണ്ടു കഴിഞ്ഞാൽ എന്താണ് പെർമനന്റ് റെസിഡൻസി എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. TRCക്ക് ശേഷം കിട്ടുന്ന ഒരു കാർഡാണ് പെർമനന്റ് റെസിഡൻസി. നമ്മൾ പെർമനന്റ് ആയിട്ട് റഷ്യയിൽ നമുക്ക് സെറ്റിൽ ആകാൻ പറ്റിയിട്ടുള്ള ഒരു കാർഡാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യയിൽ സെറ്റിലായി എന്ന് തന്നെ നമുക്ക് പറയാം. ആ പെർമനന്റ് റെസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ നിങ്ങൾക്ക് വിസയില്ലാതെ, നമ്മുടെ നാട്ടിൽ വന്നിട്ട് വിസയില്ലാതെ റഷ്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇതിലുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്, അഡ്വാൻറ്റേജും ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതായത് ക്യാഷ് നിങ്ങൾ ഒരു വലിയൊരു എമൗണ്ട് ഓരോരോ സ്റ്റേറ്റിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾ റഷ്യൻ ഗവൺമെൻറ്റിന് കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇത്ര ആസ്തിയുണ്ട്, നിങ്ങളവിടെ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ റഷ്യൻ ഗവൺമെൻറ്റിനെ കൺവിൻസ് ചെയ്യണം. അതായത് അതിനൊരു വലിയൊരു എമൗണ്ട് നിങ്ങൾ ഏത് സ്റ്റേറ്റ്, ഇപ്പോൾ മോസ്കോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾ ഒരു വർഷത്തിൽ നിങ്ങൾ കാണിക്കണം. നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ജോബ് ഉണ്ട്, അതായത് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ജോബ് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ റഷ്യൻ ഗവൺമെൻറ്റിനെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ ഈ TRC ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ TRC. പക്ഷേ പല ഏജൻസികളും പറയുന്നത് വളരെ ഈസി ആയിട്ട് TRC കാർഡ് കിട്ടും, നമുക്ക് എന്നിട്ട് റഷ്യയിൽ സെറ്റിൽ ആകാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരുപാട് ഏജൻസികൾ പറഞ്ഞതായിട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്. ജാസ്ബ്രോ ഇങ്ങനെ സംഭവങ്ങൾ പറയുന്നുണ്ട്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ TRC. പക്ഷെ എന്നാലും പല ആൾക്കാർക്കും ഇപ്പോഴും ഡൗട്ട്സ് ഉണ്ട് എങ്ങനെയാണ് TRC കിട്ടുക എന്നുള്ളത്. TRCന്റെ വാലിഡിറ്റി വരുന്നത്, TRC കാർഡ് ടെമ്പററി റെസിഡൻസിന്റെ വാലിഡിറ്റി വരുന്നത് 3 വർഷത്തേക്കാണ്. പക്ഷേ ഈ TRCന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് തന്നെ പറയാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഒബ്ലാസ്റ്റിൽ നിന്നാണോ, ഏത് സ്റ്റേറ്റിൽ നിന്നാണോ നിങ്ങൾ TRC എടുത്തത്, ആ സ്റ്റേറ്റിൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നാണ് നിങ്ങൾ TRC നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെന്റ് പീറ്റേഴ്സ്ബർഗ് വിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ റഷ്യൻ ഗവൺമെൻറ് നൽകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയാം കോസ്ത്രമ, നിഷ്ബി നോവ്ഗോറോഡ്, പിന്നെ സോച്ചി, അതുപോലെ തന്നെ ക്രസ്നദാർ, അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടാവും. ഇപ്പം സ്റ്റേറ്റുകളുണ്ടാവും. അതായത് തന്നെ സോച്ചി, ക്രസ്നദാറിലൊക്കെ ഒരു ഇതിൽ പെട്ടതാണ്. അത് സോറി വയ്ക്കുന്നത് സംഭവിച്ചാൽ അത് ഒരു ഒബ്ലാസ്റ്റാണ്, ഒരു സ്റ്റേറ്റാണ്. പിന്നെ മോസ്കോ, ഇവിടെ നിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ TRC കിട്ടുന്നത് ആ ഒരു സ്റ്റേറ്റിൽ മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ മാത്രമാണ് റഷ്യൻ ഗവൺമെൻറ് കൊടുക്കുന്നത്.
പിന്നെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് വീഡിയോസ് ചെയ്യുമ്പം കുറച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൺഫിഡൻസ് ആയിട്ട് ചെയ്യണം. പക്ഷെ ഒരുപാട് പേർക്ക് അത് ഞാൻ എൻ്റെ വീഡിയോസിൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. വീഡിയോസിൽ എന്തെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ക്ഷമ വയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി എങ്ങനെയാണ് എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് പറയാം, ഇങ്ങനെ കുറച്ചും കൂടി സ്ലോ ആക്കിയിട്ട് പറയണം എന്നുള്ളത്. കാരണം എൻ്റെ ഭാഷ കുറച്ചും കൂടി സ്പീഡാണ്, അതുകൊണ്ടാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതാണ് TRCയും PR-ഉം. പിന്നെ നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്നത് റഷ്യൻ പാസ്പോർട്ടാണ്. റഷ്യൻ പാസ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബയോഡാറ്റ മൊത്തം നിങ്ങൾ കാണിക്കേണ്ടി വരും. അത് നിങ്ങൾ എവിടെ ജനിച്ചു, എവിടെയെങ്കിലും രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ വേണ്ടി വരും, ആ രാജ്യത്തിൻ്റെ സ്റ്റാമ്പ് അടക്കം വേണ്ടി വരും. പിന്നെ എല്ലാ ഡീറ്റെയിലും A to Z കാര്യങ്ങൾ, നിങ്ങൾ ജനിച്ചത് മുതൽ എത്ര ഏജാണോ നിങ്ങൾക്ക് ഈ റഷ്യൻ പാസ്പോർട്ട് എടുക്കുന്ന ആ ഏജ് വരെയുള്ള എല്ലാ ഡീറ്റെയിലും മൊത്തത്തിൽ നിങ്ങൾ റഷ്യൻ ഗവൺമെൻറ്റിന് കാണിച്ചു കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് അവരെ പറ്റിക്കാനൊന്നും പറ്റില്ല. കാരണം അതൊക്കെ ഡോക്യുമെൻ്റ് ആയിട്ടാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഡോക്യുമെൻ്റ് ബേസ് ആയിട്ടാണ് അവർ നിങ്ങളെ ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ദുബായിൽ പോയിട്ടുണ്ടെങ്കിൽ ദുബായിത്തെ എത്ര മാസം നിങ്ങൾ നിന്നു, എത്ര വർഷം ദുബായിൽ പോയി, ഇപ്പോൾ മലേഷ്യ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, തായ്ലൻഡ് ഈ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും സീലടിച്ചത് കാണിക്കണം. ആ സീല് മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതായത് നിങ്ങളെ പാസ്പോർട്ട് മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളൊരു ബയോഡാറ്റ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഈ TR കിട്ടണം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് TR എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ PR-നൊന്നും അത്രയൊന്നും കഷ്ടപ്പാടുണ്ടായിരുന്നില്ല. TR കിട്ടാനാണ് അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TR കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നത് കൊണ്ട് തന്നെ അവരെന്നെ നാട്ടിലേക്ക് തിരിച്ചയച്ചു, ഈ ഒരു സ്പെല്ലിംഗ് മാറ്റി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര പൈസ ചിലവുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നാട്ടിലേക്ക് പോയിട്ട് റഷ്യയിൽ തിരിച്ചു. പക്ഷെ എനിക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, റഷ്യയിൽ എന്തായാലും റഷ്യൻ സിറ്റിസൺ ആവാന്നുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് TRCക്ക് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തത്. പിന്നെ TRC കിട്ടിയിട്ട് PR-ഉം റഷ്യൻ പാസ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ കാരണം ഏകദേശം കാര്യങ്ങൾ നമുക്ക് കൺവിൻസ് ആയി, ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് നമുക്ക് TRC കിട്ടുക, അതിൻ്റെ കാര്യങ്ങൾ കൺവിൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, പിന്നെ എല്ലാം സ്മൂത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ റഷ്യയിൽ വന്നിട്ട് TRC എടുക്കാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും അത് സത്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഒരിക്കലും നിങ്ങൾ അംഗീകരിക്കരുത്. നിങ്ങളത് കേട്ട് വിശ്വസിക്കരുത്. നിങ്ങളതിൽ വിശ്വസിച്ച് ഇവിടെ വരാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. TRC കിട്ടുന്നതിന് ഒരുപാട് ഞാൻ ഇതിൻ്റെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് TRC എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 11ഓളം ബിസിനസ് നിങ്ങൾക്ക് റഷ്യയിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇത്ര $1 മില്യൺ, ഒരു വലിയ $1 മില്യൺ റഷ്യക്ക് ഗവൺമെൻറ്റിനെ കാണിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ പേപ്പർ വർക്ക്, റഷ്യൻ ലാംഗ്വേജ് എക്സാം ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ഉണ്ട്. എല്ലാത്തിനും 3 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ള് കട്ടാവും. അതുപോലെ തന്നെ ഇതിനെ എടുക്കാൻ വേണ്ടി നമ്മൾ വിചാരിക്കും ഈസിയായി, പക്ഷേ ആ സമയം കൊണ്ട് നമ്മുടെ ടൈം പെട്ടെന്ന് പോകും. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസത്തിൽ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ നിങ്ങളുടെ വാലിഡിറ്റി തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയതായ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.